ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നേന്ത്രക്കായ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒരു നേന്ത്രക്കായ് ആണ് എടുത്തേക്കുന്നത്. അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാന് വെച്ചു. പാൻ ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ 4 ഉണക്കമുളകാണ് എടുത്തേക്കണത്. പച്ചമുളക് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഉണക്കമുളക് എടുത്തത്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലിയും ഉപയോഗിക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്ന് വഴറ്റുക. ഒരു സവാള നീളത്തിനരിഞ്ഞതാണ് എടുത്തേക്കണത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വാടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ഇട്ട് കൊടുത്തിട്ട് വഴറ്റണം. ഇനി നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കുക. അത് കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതലാവാൻ പാടില്ല, കൂടുതലായാൽ കുഴഞ്ഞു പോവും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഹൈയിൽ വെക്കണം ഫ്ലെയിം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതോടുകൂടി ഇതേ നമ്മുടെ കായ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് വേണ്ടത്. കുറച്ചും കൂടി ഫ്രൈ ആവണം എന്നുള്ളവർക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ മെത്തേഡിലാണ് ഉണ്ടാക്കിയത്. നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ ഒപ്പം ഈ മെഴുക്കുവരട്ടി ഒരു ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ചായക്കും കഴിക്കാം കേട്ടോ, വെറുതെ. എനിക്കിഷ്ടം കേട്ടോ അതങ്ങനെ.